ടൂറിസം വികസനത്തിന്റെ സാധ്യതകളെപ്പറ്റി ഗൗരവമേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ മാതൃഭൂമി സംഘടിപ്പിക്കുന്ന മലബാർ ടൂറിസം കോൺക്ലേവിന് കോഴിക്കോട് ആവേശകരമായ തുടക്കം. 8 സെഷനുകളിലായി നടത്തുന്ന കോൺക്ലേവ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി ടൂറിസം കോൺക്ലേവിന് വർണ്ണാഭമായ തുടക്കം. തെയ്യങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ അതിഥികൾക്ക് ഉജ്ജ്വല സ്വീകരണം. ചാലിയാറിന്റെ പച്ചപുതച്ച തീരത്ത് ഹോട്ടൽ റാവിസിൽ ഇനി വിനോദസഞ്ചാര മേഖലയെക്കുറിച്ച് ആഴമേറിയ ചർച്ചയുടെ മണിക്കൂറുകൾ. മാതൃഭൂമി MD MV ശ്രേയാംസ് കുമാറിന്റെ സ്വാഗത പ്രഭാഷണം. ചർച്ചകളെല്ലാം ആക്ഷൻ പ്ലാനിലേക്ക് എത്തിക്കണമെന്ന നിർദ്ദേശം. അതൊരു ആക്ഷൻ പ്ലാനിലേക്ക് വന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ മൈക്കിന് മുമ്പിൽ ഒരു സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിനൊരു റിസൾട്ട് ഉണ്ടാവണം. ആ റിസൾട്ട് എന്ന് പറയുന്നത് മലബാറിനെ ഈ ടൂറിസം മേഖലയിലെ വളർച്ചയിലേക്ക് പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു പ്രാദേശികവാദമല്ലെന്ന് മന്ത്രി. ചാമ്പ്യൻസ് ട്രോഫി വള്ളംകളി മലബാറിലേക്ക് കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും തുടർച്ചയായ കോൺക്ലേവുകൾ നടത്തും. തുരങ്കപാത ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, പിന്നെ എറണാകുളത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, തിരുവനന്തപുരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇതാണ് വള്ളംകളി മലബാറിലേക്ക് കൂടി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ലോകത്തെമ്പാടും മലയാളികൾ യാത്ര ചെയ്യുമ്പോൾ ലോക സഞ്ചാരികളെ മലബാറിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രവർത്തിക്കണമെന്നും മുൻമന്ത്രി പറഞ്ഞു. മലബാറുള്ളവർക്ക് പുറം ലോകത്തേക്ക് പോകാനുള്ള വാതായനമാണ്. പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു എയർപോർട്ടായി 2 എയർപോർട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന്റെ സാധ്യത ഉണ്ടാവണം. അർബൻ ടൂറിസത്തിന് മലബാറിൽ വലിയ സാധ്യതകളുണ്ടെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ MP അഹമ്മദ് വ്യക്തമാക്കി. കലക്റ്റീവായിട്ട് PPP അടിസ്ഥാനത്തിൽ, പ്രൈവറ്റ് പബ്ലിക് അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഹോട്ടലുകളൊക്കെ കോഴിക്കോട് വന്നാൽ ഒരുപാട് ടൂറിസം കടന്നു വരും. 8 സെഷനുകളിലായി നടക്കുന്ന കോൺക്ലേവ് വൈകിട്ട് സമാപിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.